വെൽക്കം ടു പെർഫെക്റ്റ് ഫോട്ടോഷോപ്പ്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഫോട്ടോഗ്രാഫർമാർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എല്ലാവരും ഒന്ന് ചിരിച്ചേ, സ്മൈൽ പ്ലീസ് എന്നൊക്കെ. കുറേ പേരൊക്കെ ചിരിക്കും, കുറേ പേര് എന്തൊക്കെ പറഞ്ഞാലും ഗൗരവത്തിൽ തന്നെ നിൽക്കും, ചിരിക്കില്ല. അവസാനം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫോട്ടോസൊക്കെ പ്രിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണ സമയത്ത് കമ്പ്യൂട്ടറിൽ വന്ന് നോക്കുമ്പോൾ സെലക്ട് ചെയ്യണ സമയത്ത് ഇവർ പറയുന്നൊരു കംപ്ലൈൻ്റാണ്, അയ്യോ അതിലെൻ്റെ അച്ഛൻ ചിരിച്ചിട്ടില്ല, ഇതിലെൻ്റെ അമ്മ ചിരിച്ചിട്ടില്ല, അതിലെൻ്റെ അനിയത്തി ചിരിച്ചിട്ടില്ല, ഇതിലെൻ്റെ കണ്ണ് ചിമ്മിയിരിക്കണു, ഇതിലെൻ്റെ താടി വീർത്തിരിക്കണു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി കംപ്ലയിൻറ്റ്സ് വന്ന് അതൊക്കെ ചില സമയത്ത് റിജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഒരു ചിരിക്കാത്ത ഒരാളെ നമ്മളെങ്ങനെ ഫോട്ടോഷോപ്പിനകത്ത് ചിരിപ്പിക്കാം എന്നും അയാളുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻസൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നതിനെക്കുറിച്ചാണ്. നമ്മളതിനായിട്ട് ഫോട്ടോഷോപ്പിനകത്ത് ഇന്ന് ഉപയോഗിക്കുന്നത് ലിക്വിഫൈ എന്നുള്ള ഫിൽറ്ററാണ്. ഈ ലിക്വിഫൈ എന്നുള്ള ഫിൽറ്ററിൽ നമുക്ക് ചിരിക്കാത്തൊരു മുഖത്ത് ചിരിപ്പിക്കാനും അതുകൂടാതെ ഫേസിൻ്റെ എല്ലാ എക്സ്പ്രഷനും നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. അതായത് കണ്ണിൻ്റെ വീതി കൂട്ടാനും, കണ്ണ് തുറപ്പിക്കാനും, കണ്ണടപ്പിക്കാനും, കണ്ണിൻ്റെ വീതി കുറയ്ക്കാനും, ഹൈറ്റ് കൂട്ടാനും, അതുപോലെ തന്നെ മൂക്ക് നീട്ടാനും, മൂക്കിൻ്റെ വീതി കുറയ്ക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ വലിപ്പം കൂട്ടാനും, ചുണ്ട് ചെറുതാക്കാനും, നമ്മുടെ താടിയുടെ വലിപ്പം കൂട്ടാനും, ജോലൈൻ അഡ്ജസ്റ്റ് ചെയ്യാനും, നമ്മുടെ നെറ്റി കയറ്റിയും ഇറക്കാനും, ഫേസിൻ്റെ വീതി തന്നെ കുറയ്ക്കാനും കൂട്ടാനും ലിക്വിഫൈയിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുമന്ന ബട്ടണിൽ പോയി ക്ലിക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുകൂടാതെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ആക്റ്റീവ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു മോഡലിൻ്റെ പടം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അധികം ചിരിക്കാത്തൊരു പടമാണ്. നമുക്ക് ഈ മോഡലിനെ ഒന്ന് ചിരിപ്പിച്ച് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഫിൽറ്ററിൽ ലിക്വിഫൈ എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. ഇവിടെ അത് ഓപ്പൺ ചെയ്യുന്നു. ഇത് 2019 വേർഷൻ ഫോട്ടോഷോപ്പാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. പഴയ വേർഷൻസിലൊന്നും ഈ ഓപ്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും പുതിയ വേർഷൻസിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൽ ഫോട്ടോഷോപ്പ് ഈ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുകയും കണ്ടോ, ഐ ഡിറ്റക്റ്റ് ചെയ്യുകയും നോസ് ഡിറ്റക്റ്റ് ചെയ്യുകയും ലിപ്പ് ഡിറ്റക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ, എല്ലാം ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നോക്കാം എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ ഐസ്, നോസ്, മൗത്ത്, ഫേസ് ഷേപ്പ് 4 ഓപ്ഷൻസ് ആണുള്ളത്. 4 നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്കതിലുണ്ട്. നമുക്കിപ്പോൾ സ്മൈലാണ് വേണ്ടതെങ്കിൽ അത് മൗത്തിനകത്താണ്, മൗത്ത് എന്നുള്ള ഓപ്ഷനകത്താണ് സ്മൈൽ കിടക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. സ്മൈൽ എന്നുള്ള ഈ സ്ലൈഡർ കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ കണ്ടോ നല്ലൊരു സ്മൈല് കണ്ടോ, സ്മൈലിലേക്ക് വരുന്നുണ്ടോ. പ്രിവ്യൂ കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, നമുക്ക് എത്ര സ്മൈൽ വേണമെന്ന് വെച്ചാൽ അത്രയും സ്മൈൽ നമുക്ക് കൊടുത്തിട്ട് അവിടെ വെച്ച് നിർത്താം. പ്രിവ്യൂ ഞാൻ ഒന്നും കൂടി കാണിക്കാം. ബിഫോർ ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ. എന്ത് പെട്ടെന്നാണെന്ന് നോക്കിയാൽ അതിൻ്റെ സ്മൈലിലേക്ക് നമ്മൾ വരുത്തി. ഇതുപോലെ തന്നെ സ്മൈൽ കുറയ്ക്കാനും സാധിക്കും കേട്ടോ. ഇപ്പം നമുക്കിതൊരു സങ്കടഭാവത്തിലേക്ക് വരുത്താനാണ് സ്മൈൽ ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ സങ്കടഭാവത്തിലേക്ക് വരും. അങ്ങനെ നമുക്ക് സ്മൈലിയുടെ വളരെ ഈസി ആയിട്ട് സ്മൈൽ ഇങ്ങനെ വരുത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ അടുത്ത ഓപ്ഷൻസ് അപ്പർ ലിപ്പ്, ലോവർ ലിപ്പ്, മൗത്ത് വിഡ്ത്ത്, മൗത്ത് ഹൈറ്റ്, അങ്ങനെ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പർ ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽചുണ്ട് നമുക്ക് അതിൻ്റെ വീതി ഹൈറ്റ് കൂട്ടാനും ഇങ്ങനെ കുറയ്ക്കാനും സാധിക്കും. ഇപ്പം ലോവർ ലിപ്പ് അതിൻ്റെ കീഴ്ചുണ്ടിൻ്റെ വീതിയുടെ അതിൻ്റെ വണ്ണം കൂട്ടാനും ഇങ്ങനെ കുറയ്ക്കാനും സാധിക്കും. മൗത്തിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ ചെറുതാക്കാനും വലുതാക്കാനും കണ്ടോ, നമ്മുടെ വായയുടെ വിഡ്ത്ത് വീതി കൂട്ടാനും കുറയ്ക്കാനും. ചിലരുടെ വലിയ വായായിരിക്കും, അതിങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഇങ്ങനെ ചുരുക്കി വെക്കാം. ചിലവരുടെ ഇത് ഹൈറ്റ് കൂടുതലായിരിക്കും, ഇങ്ങനെ വിടർന്നിരിക്കേണ്ടതുണ്ടാവും, അത് നമുക്കിങ്ങനെ ചുരുക്കി വെക്കാനായിട്ട്, ചുരുക്കി നല്ല ഭംഗിയാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ പെൺകുട്ടീനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫിൽറ്ററിൽ ലിക്വിഫൈ, കുറച്ചൊരു സ്മൈൽ നമുക്ക് കൊടുക്കാം. ആദ്യം പൊടിക്കൊരു സ്മൈൽ കൊടുക്കാം, ഇച്ചിരി ഒരു സ്മൈൽ കൊടുത്തു. ഈ പെണ്ണിൻ്റെ ചുണ്ട് വളരെ ചെറിയ പരന്ന ചുണ്ടാണ്. അപ്പോൾ ചുണ്ട് നമുക്കൊന്ന് ഇച്ചിരി വീതി കൊടുക്കാം. മേൽചുണ്ട് നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് പൊക്കി കൊടുക്കാം. അതുപോലെ തന്നെ കീഴ്ചുണ്ട് നമുക്കൊന്ന് ഇച്ചിരി വണ്ണം വെപ്പിക്കാം. മൗത്തിൻ്റെ വിഡ്ത്ത് കുറച്ചൊന്ന് ഇച്ചിരി വായ ഉണ്ടായിക്കോട്ടെ. ഈ കൊച്ചിന് ചെറിയ ചുണ്ടാണ്,
അപ്പോൾ ചുണ്ടിന് ഇച്ചിരി ഒന്ന് വണ്ണം കൊടുപ്പിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇച്ചിരി കൂട്ടാം കേട്ടോ. ഇപ്പോൾ പെണ്ണിൻ്റെ ചുണ്ടിൻ്റെ ഇതാണ് ഒറിജിനൽ. ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് ചുണ്ട് നമ്മൾ ഇച്ചിരി വണ്ണം കൂട്ടി കൊടുത്ത്. ഇനി പെണ്ണിൻ്റെ മൂക്കൊന്ന് നമുക്ക് നോക്കാം. മൗത്ത് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി നോസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഇപ്പോൾ ഈ പെണ്ണിൻ്റെ മൂക്കിൻ്റെ ഹൈറ്റ് ഇത്തിരി കുറവാണ്, അതായത് ഈ ഒരു ഭാഗം ഇത്തിരി കുറവാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നീട്ടാനും കേട്ടോ, ഇങ്ങനെ നീട്ടാനും ചുരുക്കാനൊക്കെ ഇവിടെ സാധിക്കും. നോസിൻ്റെ ഹൈറ്റ് അപ്പോൾ ഈ പെണ്ണിനെ ഇച്ചിരി കുറച്ചും കൂടി ഒന്ന് മൂക്ക് നീട്ടി നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ ഭാഗം ഇത്തിരി വണ്ണം കൂടുതലുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് മൂക്കിൻ്റെ വീതി നമുക്കിങ്ങനെ ചുരുക്കാനും കേട്ടോ കൂട്ടാനും സാധിക്കും കേട്ടോ. ചിലവരുടെ ഭയങ്കര വണ്ണമായിരിക്കും മൂക്കിൻ്റെ ഈ ഭാഗം. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായൊരു സംഭവമാണിത്. ഇങ്ങനെ വളരെ ചുരുക്കി മുഖത്തിൻ്റെ ഭംഗി തന്നെ നമുക്ക് വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റാം. നമുക്ക് ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇനി നമുക്ക് ഇതിലൊന്ന് ചെയ്ത് നോക്കാം. ലിക്വിഫൈ എടുക്കാം. ഫിൽറ്ററിൽ ലിക്വിഫൈ. നമുക്ക് ഇതിൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഫേസ് ഷേപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് ഫോർഹെഡ്. ഇപ്പോൾ ആണുങ്ങളുടെയൊക്കെ മെയിൻ പ്രശ്നമാണ് നെറ്റ് കയറിയിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെയൊക്കെ നെറ്റ് ഒരുവിധം കയറി, ഇനി കയറാനൊന്നുമില്ല, മൊത്തം മുടിയൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായ സംഭവമാണ്. കണ്ടോ, നെറ്റ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെറ്റ് കയറിയിരിക്കുന്നവർക്ക് നമ്മളിങ്ങനെ ഒറ്റ സ്ലൈഡിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചിന്ന് ഹൈറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നമ്മുടെ താടി, ചിലർക്ക് നീണ്ട താടിയായിരിക്കും, ചിലരുടെ താടി ഉണ്ടാവില്ല, ചിലർക്ക് ഭയങ്കരമായിട്ട് നീണ്ടിരിക്കണമായിരിക്കും. അത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ പെണ്ണുങ്ങളുടെയൊക്കെ ജോ ലൈൻ നമുക്ക് ഇങ്ങനെ, ചിലർക്ക് ഇങ്ങനെ കവള് ഭയങ്കര വണ്ണമായിരിക്കും. അങ്ങനെ വണ്ണമുള്ള കവളുള്ളവർക്ക് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കവളൊക്കെ ചുരുക്കി നമുക്ക് കൊടുക്കാനായിട്ട് ഈ ഒരൊറ്റ സ്ലൈഡിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഫേസിൻ്റെ വിഡ്ത്ത് ഉണ്ടോ, ഇതുപോലെ ഫേസിൻ്റെ വിഡ്ത്ത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ ഫിൽറ്ററിൽ ലിക്വിഫൈ. ഇതിൽ നമ്മൾ നോക്കുന്ന ഐ ആണ്, കണ്ണ്. കണ്ണ് നമുക്ക് നോക്കാം. നമുക്ക് ഇത് ഫേസ് ഷേപ്പ് മാറ്റിയിട്ട് നമുക്ക് ഐ എടുക്കാം. ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റിലെ കണ്ണും റൈറ്റിലെ കണ്ണൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യും. അതിനായിട്ട് ഇവിടെ 2 സ്ലൈഡാണുള്ളത്. 2 കണ്ണിന് 2 സ്ലൈഡ്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള കണ്ണിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇവിടെയും, റൈറ്റ് സൈഡിലുള്ള കണ്ണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്ലൈഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഈ മോഡലിൻ്റെ കണ്ണ് ഇത്തിരി അടഞ്ഞ പോലെയുള്ളൊരു ഫീലാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തുറപ്പിക്കാനായിട്ട് നമുക്കിങ്ങനെ കണ്ണിങ്ങനെ കണ്ടോ, നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കിങ്ങനെ തുറപ്പിക്കാനും അടപ്പിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് തുറപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ കണ്ണും നമുക്ക് ഇച്ചിരി ഒന്ന് ഉണ്ടോ ഇങ്ങനെ വിടർത്തി കൊടുക്കാം. ഇതുപോലെ തന്നെ കണ്ണിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഇതിനകത്ത് സാധിക്കും കേട്ടോ. ഇച്ചിരി കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ഇതാണ് വിഡ്ത്ത്. ഇങ്ങോട്ടും വിഡ്ത്ത് നമുക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അതുപോലെ തന്നെ ഐ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ, ചിലരിങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കണ്ണിങ്ങനെ ചിമ്മിങ്ങനെ സൈഡിലേക്കൊക്കെ ചെരിഞ്ഞൊക്കെ പോകാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നേരാക്കി കൊടുക്കാനൊക്കെ സാധിക്കും, ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട്. ഇതുപോലെ തന്നെ 2 ഐയുടെ ഡിസ്റ്റൻസ്, അതായത് 2 കണ്ണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കിങ്ങനെ ഈ ഒരു സ്ലൈഡറിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഫേസിൻ്റെ മൊത്തം എക്സ്പ്രഷൻസും മൊത്തം ഷേപ്പും നമുക്ക് ഈ ഒരൊറ്റ ലിക്വിഫൈ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് കണ്ണിൻ്റെ ഷേപ്പ് മാറ്റാനും, മൂക്കിൻ്റെ ഷേപ്പും, ചുണ്ടിൻ്റെ ഷേപ്പും, താടിയുടെ ഷേപ്പും, നെറ്റിയുടെ ഷേപ്പ്, കവളിൻ്റെ ഷേപ്പും, താടിയുടെ ഷേപ്പും എല്ലാം മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. വളരെ ഈസിയാണ്. വെറുതെ ജസ്റ്റ് സ്ലൈഡുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻസും ഫേസിൻ്റെ ഷേപ്പും നമുക്ക് മൊത്തം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ് ലിക്വിഫൈ. എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.